ഹലോ. സോ നടികർ ഡയറക്റ്റഡ് ബൈ ലാൽ ജൂനിയർ. ഞാൻ ഈ സിനിമ 4-ാം തീയതി എറണാകുളം PVR പോയി കണ്ടേ. അപ്പം എറണാകുളത്തായതുകൊണ്ടും ഒരു വെക്കേഷൻ മോഡായതുകൊണ്ടും ഇരുന്ന് ഷൂട്ട് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനുള്ള മടിയായിരുന്നു. പിന്നെ സമയവും ഇല്ലായിരുന്നു. അതൊക്കെ കാരണമാണ് റിവ്യൂ ഇത്ര ഡിലേ ആയത്. അപ്പം നടികർ ഡയറക്റ്റഡ് ബൈ ലാൽ ജൂനിയർ, റൈറ്റർ സുവിൻ എസ് സോമശേഖരൻ, പിന്നെ സിനിമാറ്റോഗ്രഫി ആൽബി, എഡിറ്റഡ് ബൈ രതീഷ് രാജ്, സ്റ്റാറിങ് ടൊവിനോ, പിന്നെ ഇതിൽ സൗബിനുണ്ട്, ഭാവന, കുറേ നാളായി ഭാവനയെ സ്ക്രീനിൽ കണ്ടിട്ട്, അങ്ങനെ ഭാവനയുണ്ട്, ബാലു വർഗീസ് ഉണ്ട്, സുരേഷ് കൃഷ്ണയുണ്ട്. അപ്പം ഇത്രയും പേരാണ് ഈ സിനിമയിലുള്ളത്. അപ്പം എനിക്കറിയില്ല, ഫസ്റ്റ് ഡേ ഞാൻ ഇതിൻ്റെ റിവ്യൂസൊക്കെ വായിച്ചപ്പം ഭയങ്കര നെഗറ്റീവായിരുന്നു. തിയേറ്റർ റെസ്പോൺസൊക്കെ ഭയങ്കര നെഗറ്റീവായിരുന്നു. കൊള്ളില്ല, എക്സ്പെക്റ്റ് ചെയ്ത അത്രയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞാണ് ഫസ്റ്റ് ഡേ റിവ്യൂ ഇറങ്ങിയത്. അപ്പം ഞാൻ ട്രാവലിംഗ് ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ദൈവമേ, നാളെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടല്ലോ, എങ്ങനാവും എന്ന് ഞാൻ ചിന്തിച്ചു. അതിൻ്റെ ഈ റിലീസിന് കുറച്ച് ദിവസം മുമ്പാണ് ട്രെയിലർ ഇറങ്ങിയത്. അപ്പം ഞാൻ ട്രെയിലറൊക്കെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര എക്സ്പെക്റ്റേഷനിലായിരുന്നത്. ത്രില്ലർ, ആക്ഷൻ, ഒരു തല്ലുമാല സംഭവമായിരിക്കും എന്ന രീതിയിലാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. ഫസ്റ്റ് റെസ്പോൺസ് ഒക്കെ കേട്ടപ്പോഴത്തേക്കും അതൊക്കെ പോയി. ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലാതാണ് പിറ്റേ ദിവസം ഞാൻ സിനിമ കാണാൻ പോയത്. ഒട്ടും എക്സ്പെക്റ്റേഷൻസ് ഇല്ലായിരുന്നു. എൻ്റെ കൂടെ ഞങ്ങൾ 7 പേരുണ്ടായിരുന്നു. എൻ്റെ ബ്രദർ, എൻ്റെ സിസ്റ്ററിലോ, എൻ്റെ കസിന്, പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ, ചേട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ പോയി കണ്ടത്. പക്ഷേ ടു ബി ഓണസ്റ്റ്, ഈ സിനിമ ഞങ്ങൾക്ക് 7 പേർക്കും ഇഷ്ടപ്പെട്ടു. കാരണം ഒത്തിരി എക്സ്പെക്റ്റേഷൻസ് വെക്കാതെ പോയി കണ്ടുകൊണ്ടായിരിക്കും അങ്ങനെ ഡിസപ്പോയിൻമെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. എന്താണ് പറയുക, പക്ക ഒരു ഡ്രാമ. ഡോക്ടർ സരോജ് കുമാർ ഇല്ലേ, ഉദയനാണ് താരത്തിൻ്റെ സെക്കൻഡ് പാർട്ട് പോലെ ചെയ്ത്, അതിൻ്റെ ഒരു ലൈറ്റ് വേർഷൻ. അപ്പോൾ ആ ഒരു ക്യാരക്ടറിൻ്റെ, ഒരു ആക്ടറിൻ്റെ, ഒരു കലാകാരൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഡേവിഡ് പടിക്കൽ എന്ന ക്യാരക്ടറിൻ്റെ ആ ഒരു റിയലൈസേഷൻ, ആക്ടിങ് എന്താണ് റിയലൈസേഷൻ, ഇതൊക്കെയാണ് പക്ക ഈ സിനിമയിലുള്ളത്. അപ്പം ഫ്രം ദ ബിഗിനിങ് ടിൽ ദി എൻഡ് ഞങ്ങൾ ശരിക്കും സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്ത് തന്നെയാണ് കണ്ടത്. കോമഡി ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ ഈ സിനിമയിൽ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. പിന്നെ അടിപൊളി മാസ് പടം അല്ലെങ്കിൽ രക്ഷയില്ല അങ്ങനത്തെ പടമൊന്നുമല്ല, പക്ഷെ നല്ല പടമായിരുന്നു. എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പടമായിരുന്നു നടികർ. സോ നടികറിൻ്റെ എടുത്തു പറയേണ്ട ഒരു എലമെൻ്റ് ആയിരുന്നു കോസ്റ്റ്യൂം. പിന്നെ ഇതിലൊരു സ്റ്റണ്ടുണ്ട്, ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്. ഇത് രണ്ടുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പം കോസ്റ്റ്യൂം ആണെങ്കിൽ പോലും ടൊവിനോയുടെ ക്യാരക്ടർ ഡേവിഡ് പടിക്കൽ ഷൂട്ടിങ്ങിന് പോകുമ്പം ക്യാരക്ടറായിട്ട് അഭിനയിക്കുമ്പം ഉള്ള കോസ്റ്റ്യൂംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുന്ന കോസ്റ്റ്യൂംസ് ഒക്കെ ആയിക്കോട്ടെ, നല്ല ഭംഗിയുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. പിന്നെ ഓവറോൾ കളർ ഗ്രേഡിങ്, എഡിറ്റിങ്, സിനിമാറ്റോഗ്രഫി, പിന്നെ ആർട്ട്, ഓരോ സെറ്റിൽ വെക്കുന്ന ആർട്ട്, ഇതൊക്കെ ഭയങ്കര രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. ഭയങ്കര നല്ല പോലെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ആർട്ടൊക്കെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു എലമെൻ്റാണ്. പിന്നെ ഇതിൽ ടൊവിനോടൊരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്. അതിനകത്ത് അഭിനയിക്കുന്നതായിട്ടാണ് സീക്വൻസ് കാണിക്കുന്നത്. അപ്പം ടൊവിനോയുടെ ക്യാരക്ടർ സിനിമയിൽ അഭിനയിക്കുന്നു, അങ്ങനെ വഴി ആക്ഷൻ ചെയ്യുന്നതായിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പം അടിപൊളിയായിരുന്നു. അത്രയ്ക്കും മാസ്സായിട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു അടിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ എനിക്ക് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട ഒരാളാണ് ടൊവിനോ. കാരണം അതിഗംഭീര പെർഫോമൻസ് ആണ് ടൊവിനോയുടെ. ഒരു സ്റ്റാർ അല്ലെങ്കിൽ ഒരിക്കലും മാറ്റി വെക്കാൻ പറ്റാത്തൊരു നടനായി മാറിയിരിക്കുക ടൊവിനോ. അത്രയ്ക്കും വലിയൊരു സ്റ്റേജിലേക്ക് ടൊവിനോ എന്ന ആക്ടർ എത്തിയിരിക്കുക. അപ്പം ടൊവിനോയുടെ ആക്ടിങ് ആയിക്കോട്ടെ, എല്ലാം എടുത്ത് പറയേണ്ട കാര്യമാണ് ടൊവിനോയുടെ ആക്ടിങ്. കാരണം അത്രയ്ക്കും സൂപ്പറായിട്ടാണ് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് സുരേഷ് കൃഷ്ണ. നല്ല ആക്ടിങ് ആയിരുന്നു. എനിക്കറിയാം, നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്, ഹണി ബി, ഇതിനകത്തൊക്കെ അത്യാവശ്യം കോമഡി ചെയ്യുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്, ഹ്യൂമറുള്ള ക്യാരക്ടറാണ്. അപ്പം അതുപോലൊരു ലൈൻ തന്നെയാണ് ഇതിലും പിടിച്ചിരിക്കുന്നത്. അപ്പം സുരേഷ് കൃഷ്ണ വാസ് അമേസിങ്. എല്ലാവരും നല്ലതായിരുന്നു. ഭാവനേനെ കുറേ നാൾക്ക് ശേഷമാണ് സിനിമയിൽ ഞാൻ കാണുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് ഇതിനകത്തൊരു ഡയലോഗുണ്ട് ഭാവനയുടെ, കർമ്മയെ പറ്റി. അതൊക്കെ ഭയങ്കര ഭയങ്കര എനിക്കത് കേട്ടപ്പം എന്തൊക്കെയോ പറഞ്ഞു വെച്ച പോലെയാണ് ഫീൽ ചെയ്തത്. അപ്പം അതൊക്കെ നല്ലതായിരുന്നു. പിന്നെ ഈ സിനിമ നിങ്ങൾ വലിയ രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്ത് ഇനി കാണാൻ പോകുന്നവർ ഒരിക്കലും തല്ലുമാല അല്ലെങ്കിൽ ഭയങ്കര വലിയ സംഭവമായിരിക്കും എന്ന് എക്സ്പെക്റ്റ് ചെയ്ത് പോവരുത്. അങ്ങനെ ഒരു സിനിമയല്ല ഇത്. നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി, ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ എന്താണ് സംഭവിക്കുന്നത്,
ആക്ടർ ഡയറക്ടർ അല്ലെങ്കിൽ കാസ്റ്റിൻ്റെയും ക്രൂവിൻ്റെയും തമ്മിലുള്ള കുറേ പ്രശ്നങ്ങൾ, എങ്ങനെയാണ് ഓവറോൾ ഷൂട്ടിംഗ് പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്, ഇതൊക്കെ ആലോചിച്ച് അത്രേ ഉള്ളൂ എന്ന് കരുതി പോയാൽ മതി. അപ്പം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പടം. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയാം, ഒരിക്കലും ഭയങ്കര എക്സ്പെക്റ്റേഷൻസ് കൊടുത്ത് പോകരുത്. പിന്നെ ഇതിൽ ഒരു ലോങ് ലിസ്റ്റ് ഓഫ് സിനിമയിൽ തന്നെ ഉള്ള ആൾക്കാരുടെ കുറേ പേര് ഇതിനകത്ത് വരുന്നുണ്ട്, ഗസ്റ്റ് അപ്പിയറൻസസ് ഒക്കെ ആയിട്ട്. അപ്പം അങ്ങനൊരു പക്കാ ഒരു, ഞാൻ പറഞ്ഞില്ലേ, ഡോക്ടർ സരോജ് കുമാർ ലൈറ്റ് വെർഷൻ അങ്ങനെ കാണാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ് നടികർ. അപ്പം എല്ലാവരും നടികർ തിയേറ്ററിൽ പോയി കാണണം. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ക്ലിക്ക് ദി നോട്ടിഫിക്കേഷൻ ബെൽ ഫോർ മോർ വീഡിയോസ്.